ഒരിക്കലും നടന്നിട്ടില്ലാത്ത റവിയിലെ മുടന്തനായൊരു മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വന്നത് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് പത്രോസും യോഹന്നാനും ദൈവശക്തിയുമായിട്ട് കടന്നു ചെല്ലുന്നൊരു സന്ദർഭമാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണുന്നത്. ദൈവശക്തി നീ ക്യാരി ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത നടക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാമത്തെ അധ്യായം. ഈ പത്രോസും യോഹന്നാനും പല സന്ദർഭങ്ങളിൽ ഈ ആലയത്തിലേക്ക് പോയിട്ടുണ്ട്. ഒന്നും അവർ ഇപ്പോൾ വഹിക്കപ്പെടുന്ന ദൈവശക്തി അവർക്ക് കൂട്ടില്ല. അതിപ്പോൾ അവർ പോകുന്നത് കാത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തിയുമായിട്ടാണ്. കാത്തിരിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ ദൈവവേദിലെ ശക്തി പകരാൻ ദൈവം വിശ്വസ്തനാകട്ടോ. കാത്തിരുന്ന് പ്രാപിച്ച ദൈവശക്തിയുമായിട്ട് പോകുമ്പോൾ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്തേക്ക് ദൈവശക്തി വന്നിറങ്ങുകയാണ്. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ദൈവശക്തി വന്നടിക്കും. ദൈവശക്തി വന്നടിക്കും. ഏതെങ്കിലും രോഗാവസ്ഥകളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ, തളർന്നു കിടക്കുന്നവർ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ, ഇന്ന് ഈ പറയുന്ന മെസ്സേജ് നിങ്ങളെ സ്ട്രൈക്ക് ചെയ്യും. ഷെലേലിയ മഹാസുദാനയ. ഈ മെസ്സേജ് പ്രാർത്ഥനയോടെ നിങ്ങൾ കേട്ടിട്ട് ആമേൻ, മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഒന്ന് എഴുതേക്കാൻ നോക്കും, നടക്കാൻ നോക്ക്. ദൈവശക്തി ഇറങ്ങുന്നത് കാണാൻ പറ്റും. ഇത് ഞാനല്ല പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നു. പിറവിയിലെ ആ മുടന്തൻ ഭിക്ഷയാചിച്ചുകൊണ്ട് അവനെ ഇരുത്തുകയാണ്. ദിനം പ്രതി എല്ലാ ദിവസവും ഉണ്ട്, ഒരു നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ അത് അവന് പ്രയോജനപ്പെടുന്നുണ്ടോ? ചിലർ ചേർന്ന് അവനെ കൊണ്ടിരുത്തുക. അവരതിൻ്റെ നന്മ അനുഭവിക്കുന്നത്, ഇവൻ്റെ അധ്വാനം അവരനുഭവിക്കുകയാണ്. ഒന്ന് മുടന്തൻ, രണ്ട് കിട്ടുന്ന അനുഭവിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിനെ രണ്ടിനെയും തകർത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടെ ഇറങ്ങുകയാണ്. എന്നിത് പറയുമ്പോൾ തന്നെ ദൈവശക്തി ഇറങ്ങുകയാണ്. യേശുവിൻ്റെ നാമത്തിന് ഇത്രമാത്രം പവറുണ്ടോ? ചില ശരീരങ്ങളിലേക്ക് വന്നിറങ്ങട്ടെ, ചില ശരീരങ്ങളിലേക്ക് അത് വന്നിറങ്ങട്ടെ. ദൈവശക്തി വന്നിറങ്ങട്ടെ, ദൈവശക്തി വന്നിറങ്ങട്ടെ. ചില ശരീരങ്ങളിലേക്ക് ആ ദൈവശക്തി വന്നിറങ്ങട്ടെ. ദൈവനാമം വിളിച്ച യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവൻ രക്ഷിക്കപ്പെടും. വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരട്ടെ. ശരീര സംബന്ധമായുള്ള എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ശരീരത്തിനകത്ത് ചില ക്ഷീണങ്ങളോടുകൂടെ, പ്രയാസത്തോടുകൂടെ എഴുന്നേറ്റവരുണ്ട്. ഇപ്പോൾ ദൈവശക്തി നിങ്ങളുടെ മേൽ പാഞ്ഞിറങ്ങുകയാണ്. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കിയെന്നാണ് വായിക്കുന്നത്. ഞങ്ങളെ നോക്കാന്നാ പറഞ്ഞത്. വല്ലതും കിട്ടുമെന്ന് ഇത്. ആമേൻ. വല്ലതും കിട്ടും, വല്ലതും കിട്ടും. എടാ, നിനക്ക് വല്ലതും കിട്ടിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിനക്ക് വല്ലതുമല്ല വേണ്ട, നിനക്ക് കിട്ടേണ്ടത് കിട്ടണം. നിനക്ക് കിട്ടേണ്ടത് കിട്ടണം. അത് യേശുവിന് മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. വല്ലതും കിട്ടുന്നത് കൊണ്ട് കാര്യമില്ല. വല്ലതും കിട്ടുന്നവൻ വല്ലവനും കൊണ്ടുപോകും. പക്ഷേ യേശു തരുന്നത് നിനക്ക് പ്രയോജനപ്പെടും. യേശു തരുന്നത് നിനക്ക് പ്രയോജനപ്പെടും. യേശു എന്നൊന്ന് വിളിച്ചോ. ആ പിറവി കുരുടൻ ഭർത്തിമായി വിളിച്ചതുപോലെ നീ അങ്ങ് വിളിക്കും. യേശുവേ എന്നങ്ങ് വിളിച്ചോ. സൗഖ്യം തരാൻ പോവാ. ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. എന്നിട്ടെന്താ പറഞ്ഞേ? വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. വെള്ളം കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ വെള്ളിയും പൊന്നും നീ വിചാരിക്കുന്ന, നിന്നെ പിന്നെയും ഇവിടെ കൊണ്ടിരുത്തുന്ന സംഭവം ഞങ്ങളുടെ കയ്യിലില്ല. നിന്നെ പിന്നെയും ഇവിടെ ഇരുത്തി നീ നിമിത്തം മറ്റുള്ളവരിലേക്ക് നിന്റെ അധ്വാന ഫലം പോകുന്ന ഒരു സംഭവം ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്കൊന്നുണ്ട്, നസ്രേന യേശുവിൻ്റെ നാമത്തിൽ നടക്കാം. നസ്രേനാം യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. കുതിച്ചെഴുന്നേറ്റു. ആത്മശക്തി വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, തളർന്നു കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ. യെസ്, കുതിച്ചെഴുന്നേറ്റ് നടക്കട്ടെ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും കൊണ്ട് ദൈവാലയത്തിനകത്ത് കിടന്നു. ഉണ്ടോ? ക്ഷണത്തിൽ അവൻ്റെ നരിയാണി കാല് ഉറച്ച് നടന്നും തുള്ളിയും കൊണ്ട് ദൈവത്തെ പുകഴ്ത്തി. മൂന്നാമത്തെ കാര്യം, ദൈവത്തെ പുകഴ്ത്തി. ഒരു വിടുതൽ ദൈവം നമുക്ക് തരുന്നത് എന്തിനാ? ദൈവത്തെ പുകഴ്ത്താനാ. അങ്ങനെയാണെങ്കിൽ പറ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം വന്നത്, എൻ്റെ കുടുംബത്തിൽ ഈ പ്രതിസന്ധി വന്നത് എന്നെ തകർക്കാൻ, പക്ഷേ ദൈവത്തെ പുകഴ്ത്താനുള്ള മുഖാന്തരമാക്കി ഞാൻ അതിനെ അങ്ങ് മാറ്റുക. പറഞ്ഞേ, ദൈവത്തെ പുകഴ്ത്താനുള്ള മുഖാന്തരമാക്കി ഞാൻ അതിനെ അങ്ങ് മാറ്റുക. സാക്ഷ്യം പറയാൻ വക തരാൻ പോവാ കേട്ടോ. യേശുവിനെ നിൽക്കാൻ വക തരാൻ പോവാ ദൈവം. സാക്ഷ്യം പറയാൻ ദൈവം വക തരാൻ പോവാ. യെസ്, അത് ഇവരെ നമുക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. ആലയത്തിനകത്ത് പത്രോസിനും യോഹന്നാനും സുവിശേഷം പറയാൻ അവൻ മുഖാന്തരമായതുപോലെ ദൈവനാമത്തെ നീ ആയിരിക്കുന്ന ദേശത്തെ, പട്ടണത്തെ, രാജ്യത്ത് ഉയർത്തുവാൻ നിന്റെ ലൈഫിനകത്ത് ദൈവം ചെയ്യുന്നൊരു വിടുതൽ മുഖാന്തരമായി മാറാൻ പോകുന്നു.
കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ ആഴമേറിയ ദൈവിക ഗൗരവമുള്ള ഒരു സന്ദേശം വ്യക്തമായ ഹൃദയമായി ഞങ്ങളോട് സംസാരിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ വേലിക്കകത്ത് ഞങ്ങളെല്ലാവരും പൊതിഞ്ഞു സൂക്ഷിക്കണമേ. കുതിച്ചെഴുന്നേറ്റ് നടക്കട്ടെ. ദൈവത്തെ പുകഴ്ത്താൻ അത് മുഖാന്തരമായി മാറട്ടെ. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.